സുഹൃത്തുക്കളെ, നാം ഗൗരവപരമായി ആ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കാരണം അപകടകരമാണ് പുതിയ തലമുറ. ഈ കഴിഞ്ഞ ദിവസം വന്നൊരു കുട്ടിനെ ഞാൻ കാണാണ്. നമ്മുടെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആ കുട്ടി ഒരു പ്രതീകമാണ്. നല്ല നിലക്ക് വളർത്തിയാണ്. പക്ഷെ വാപ്പ ഒന്നാണ് നാട് വിട്ടു പോയപ്പോൾ അവന് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടി. എൻ്റെ സുഹൃത്തുക്കളെ ചെയ്തത്, അവനെന്താ അറിയോ, കയ്യുമ്മൊരു കെട്ടിയിട്ട് വന്നിരിക്കുകയാണ് ജോലി സ്ഥലത്ത് നിന്ന്. അപ്പം എന്താടാ സംഭവിച്ചതെന്ന് ഉമ്മ ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എന്താ അറിയോ, വീണു, ബാത്റൂമിൽ വീണു. കെട്ടഴിച്ച് നോക്കുമ്പോൾ ബാത്റൂമിൽ വീണല്ല, അവൻ ബ്ലേഡ് എടുത്ത് മുറിച്ചതാണ്. എന്തിനാ സുഹൃത്തുക്കളെ ബ്ലേഡ് എടുത്ത് മുറിച്ചത്? അവൻ എപ്പോഴോ പരിചയപ്പെട്ട ഒരു പെൺകുട്ടിനെ അവന് കിട്ടൂലാന്ന് തോന്നിയപ്പോൾ അവൻ ബ്ലേഡ് എടുത്ത് മുറിച്ചതാണ്. ഇന്നിപ്പോൾ എന്താ അവസ്ഥ അറിയങ്ങൾ? പഠനങ്ങൾ മുടങ്ങി, എല്ലാം മുടങ്ങി, ജോലി മുടങ്ങി, എല്ലാം മുടങ്ങി, വീട്ടിലിങ്ങനെ സൈക്യാട്രിക് മെഡിസിനും കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, പരലോകത്ത് നഷ്ടപ്പെട്ടു പോകണമല്ല, ഈ ദീനം പോയാൽ ഇഹലോകത്തന്നെ കിട്ടുമോ സുഹൃത്തുക്കളെ? നമ്മളെ കുട്ടികളെ ഇഹലോകത്ത് കിട്ടുമോ? പുറത്തിറങ്ങാത്ത എത്ര മാതാപിതാക്കളുണ്ട് നാട്ടിൽ, അപമാനം കൊണ്ട് പള്ളിയിൽ പോകാത്തവരുണ്ട് നാട്ടിൽ. ജനങ്ങൾ അഭിമുഖീകരിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നാം ആലോചിക്കുന്ന സമയത്ത് കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ. ഒരുപക്ഷെ അതൊക്കെ ചില സംഘടനകൾ ആളുകളെ ഉണ്ടാക്കാനും മത്സരിക്കാനും നടത്തുന്ന പരിപാടികളാണെന്ന് ചിലപ്പോൾ മനസ്സിൽ നമുക്ക് തോന്നും. അല്ല സുഹൃത്തുക്കളെ, കൗമാരക്കാരായ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നടത്തുന്ന പരിപാടികളും നമ്മുടെ പ്രോഫ്കോൺ പോലുള്ള സംഗമങ്ങളും ഒക്കെ ആർക്ക് വേണ്ടി അറിയങ്ങൾ? നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ ആർക്കാ പറ്റുക? നിങ്ങളുടെ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിനെ വിളിച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് ഇന്ന മോനെ എനിക്ക് കുറച്ച് എനിക്ക് പറഞ്ഞുതരാണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ ആ പറച്ചിൽ തുടങ്ങുമ്പോഴേക്കും അവൻ്റെ മുഖം മാറും, നമ്മളുടെ പ്രതിഷേധം അവൻ്റെ കണ്ണുകളിൽ തെളിയും. എന്നാ 3 ദിവസം പ്രോഫ്കോണിന്റെ മൈതാനത്ത് സുഹൃത്തുക്കളെ എല്ലാ അസൗകര്യങ്ങളും സഹിച്ച് കണ്ണും മിടിച്ച് നിങ്ങളുടെ പ്രോഫ്കോണിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു കുട്ടിനെ, ഒരു 22 അല്ലെങ്കിൽ 19 വയസ്സായ ഒരു പയ്യനെ ഇരുത്താൻ മാതാപിതാക്കൾക്ക് പറ്റാത്ത ഈ കാലത്ത് സുഹൃത്തുക്കൾ, അതാർക്കുള്ള സേവനമാണ്? അതാർക്കുള്ള സേവനമാണ് ചോദിക്കണം നമ്മൾ. 5000 6000 വരുന്ന കുട്ടികളെങ്ങനെ 2 ദിവസം കണ്ണുമിഴിച്ച് പറയുന്നതെല്ലാം കേട്ട് ബോധ്യപ്പെടുക്കാൻ, നിരീശ്വരത്വത്തിന്റെ അപകടങ്ങളെക്കുറിച്ച്, ഇസ്ലാമിന്റെ കാലികമായ പ്രസക്തികളെക്കുറിച്ച്, കൗമാരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച്, സ്വകാര്യതയിലും അല്ലാത്തതിലുമുള്ള സൂക്ഷ്മതകളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേട്ട് അത്ഭുതകരമായ പരിവർത്തനങ്ങളും സന്തോഷത്തിൻ്റെയും ഭക്തിയുടെയും കണ്ണീരുമായിട്ടാണ് അവസാനം സമാപനം കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. സുഹൃത്തുക്കളെ, അവസരങ്ങൾ നമുക്ക് വേണ്ടിയാണ്. നമ്മുടെ മക്കളെ കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം, അല്ലാതെ രക്ഷയില്ല. പുതിയ തലമുറ നമ്മളെ ഭീതിപ്പെടുത്തുന്നുണ്ട്. കാരണം പെൺകുട്ടികളൊക്കെ ഇപ്പം എന്താ വെച്ചാൽ ധാരാളമായ കോളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതാ PG പഠിക്കുന്ന ഒരു കുട്ടിയാണ്, 24 വയസ്സ് കഴിഞ്ഞു, കല്യാണം എന്നുള്ള വർത്താനം അവളോട് പറയേണ്ടെന്ന്. വിവാഹത്തെക്കുറിച്ച് അവിടെ കാഴ്ചപ്പാട് എന്താ പറയുക, വിവാഹം കഴിഞ്ഞാൽ പിന്നെ അടിമയായി എന്നാണ്. അങ്ങനെ ഒരു വീട്ടിലെ വേലക്കാരിയായി ഒരു പുരുഷന്റെ അടിമയായി ജീവിക്കാൻ ഞാനില്ല എന്നാണ്. എത്ര കാലം സുഹൃത്തുക്കളെ ആശയമായിട്ട് മുന്നോട്ട് പോകും? കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെ ജുമാ കഴിഞ്ഞ് ഞാൻ ചെന്ന ഒരു സ്ഥലത്ത് അയാൾ വണ്ടി പാർക്ക് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വീട്ടിലൊരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്. ആരാണ്? 45 വയസ്സായൊരു സ്ത്രീ. അവർ പഠിച്ചതാണത്രേ. പഠിച്ച് നാട്ടിലെ പഠനം പോരാഞ്ഞിട്ട് അമേരിക്കയിൽ പോയി പഠിച്ച് അങ്ങനെ അവർ മറന്നു അത്രേ, കല്യാണം കഴിക്കാൻ മറന്നുപോയി. വാപ്പിയമ്മയൊക്കെ മരിച്ച് ഒരു പഴയ വീട്ടിൽ അവരൊറ്റയ്ക്ക് താമസിക്കുന്നു. അവരെന്ത് വലിയ വിദ്യാഭ്യാസമാണ്! ഒരു പക്ഷേ മലപ്പുറം ജില്ലയിൽ ആരും നേടാത്ത വിദ്യാഭ്യാസമാണ് അവർ നേടിയത്. ഞങ്ങളുടെ കാറ് നിർത്തിയപ്പോൾ മെല്ലെ വാതിൽ തുറന്ന് അവരൊന്നിങ്ങനെ പുറത്തേക്ക് വന്ന് നോക്കി. അയാൾ എനിക്ക് ചൂണ്ടിക്കാണിച്ച് പറഞ്ഞു, അവർ 44 45 വയസ്സുണ്ട്, വിവാഹിതയല്ല. മനസ്സിലൊരു വിചാരം മാത്രം മതി സുഹൃത്തുക്കളെ. പുതിയ കാലഘട്ടം, നമ്മുടെ സ്ത്രീപക്ഷം നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിൽ സ്വാധീനിക്കുന്ന പുതിയൊരു കാഴ്ചപ്പാട് മതി. അതവൾ വാട്സപ്പ് നിന്ന് വായിച്ച് നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല, അവൾ ഫേസ്ബുക്കിൽ നിന്ന് അറിഞ്ഞത് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. അവൾക്ക് കിട്ടുന്ന മാസികകളിൽ നിന്നും ലഘുലേഖകളിൽ നിന്നും ക്ലാസ് എടുക്കുന്ന അധ്യാപകരിൽ നിന്ന് കിട്ടിയ തെറ്റായ ആശയങ്ങൾ അവളുടെ മനസ്സിലുണ്ടാകും. തിരുത്താൻ ഒരു പക്ഷെ നമുക്ക് പറ്റിക്കൊള്ളണമെന്നില്ല. തിരുത്തേണ്ടത് തിരുത്താനും പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുക്കാനുമാണ് ഈ കൂട്ടായ്മ. അതിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഈ നാട്ടിൽ എന്തു പറയണം, ദീനിയായി എന്തു നിലപാടെടുക്കണം എന്നതിനെക്കുറിച്ച് വളരെ പക്വമായി നമുക്ക് നേതൃത്വം നൽകാനും ഉപദേശം തരാനുമാണ് സുഹൃത്തുക്കളെ ഇത്തരം കൂട്ടായ്മകൾ. നമ്മുടെ മക്കളും നമ്മുടെ ഭാര്യയും നമ്മുടെ കുട്ടികളുമെല്ലാം നമ്മളോടൊപ്പമുണ്ടോ എന്ന് ആലോചിക്കണം.